30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പ്രഷറാകും എന്ത് കല്യാണം കഴിക്കണം. ഈ കല്യാണം കഴിക്കണേക്ക് മുന്നേ തീർച്ചയായിട്ടും സ്വന്തമായിട്ടൊരു വീടും വേണം, ഒരു കാറും വേണം. കാറില്ലാത്ത ആമ്പിള്ളേർക്ക് ഇപ്പൊ പെണ്ണ് കിട്ടത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. അപ്പോൾ ഇതിനകത്തേക്ക് വീണ്ടും ഇപ്പൊ 21 വയസ്സിലെ സാലറി ആയിരിക്കില്ല ചിലപ്പോൾ 30 വയസ്സിൽ. അപ്പൊ ഇവര് ഫോഴ്സ്ഫുള്ളി വീണ്ടും ഹോം ലോണുകൾ എടുക്കാൻ നിർബന്ധിതരാകുകയാണ്. പക്ഷെ പലപ്പോഴും ഈ ഹോം ലോൺ വേണോ വേണ്ടയോ, ഹോം ലോൺ എടുക്കാതെ വീട് വെക്കാൻ ഉള്ള കാര്യങ്ങൾ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോൺട്രവേഴ്സി നടക്കുന്ന ഒരു ടോപ്പിക്കാണ്. അവിടെ ആരുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? പല കാറ്റഗറി ആയിട്ട് നമുക്ക് അവരെ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ ലെറ്റ്സ് ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ്ഡ് അല്ല, ഇവർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇവരുടെ ജോബ് അങ്ങനത്തെ ആണെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു വീട് വെക്കുന്ന നഷ്ടമാണ്. സ്വന്തമായിട്ട് വീട് വെക്കുന്നു, എന്തായാലും റെൻറ്റും കൊടുക്കണം. ആ വീട് വെച്ചത് ലോൺ എടുത്തിട്ടാണെങ്കിൽ അവിടെയും ഒരു ലെറ്റ്സ് 20-25,000 രൂപ ഒരു റെൻറ്റ് ഹോം ലോണിൻ്റെ പൈസ അടയ്ക്കുന്നുണ്ട്. പിന്നെ റെൻറ്റും 20-25,000 കൊടുക്കുന്നുണ്ട്. 50,000 രൂപ അവിടെ തന്നെ അങ്ങ് മാറിപ്പോകുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ ഈ വീട് വെക്കുന്ന ഈ അങ്ങോട്ട് കൊടുക്കുന്ന ലോണിന് പകരം ഈ ഒരു 20,000 രൂപ ഇല്ല 25,000 രൂപ നമ്മളൊരു 10 വർഷം 20 വർഷത്തേക്ക് ഏതെങ്കിലും ഒരു SIP കൊണ്ടിട്ടോ, ഏതൊന്നും നോക്കണ്ട, ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൊണ്ടിട്ടോ അത്യാവശ്യം നല്ല റിട്ടേൺസ് ഉള്ളത് ഒരു 12%, 13% ഉള്ള കിട്ടിക്കഴിഞ്ഞാൽ ഒരു 20 വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അറൗണ്ട് ലൈക്ക് 60 lakhs ആകാം, അതിലൊരു 50 lakhs എത്തും. അത് ടോട്ടലി നമുക്ക് റിട്ടേൺ കിട്ടാൻ പോകുന്ന 2.3 2.5 CR കിട്ടും. അങ്ങോട്ട് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കുക, ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം നമ്മൾ ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് പകരം നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എവിടെയെങ്കിലും. അതൊരു ഓപ്ഷനാണ്.